കഴിഞ്ഞ ദിവസം ഹെയർ ഓയിലുകൾ ഉണ്ടാക്കുന്നവർ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനൊരാൾ എനിക്ക് പേഴ്സണലി അയച്ച മെസ്സേജിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഈ സീക്രട്സ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യില്ല എന്നുള്ള കാര്യം. നമ്മൾ അവെയർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. എന്തെങ്കിലും കുറെ മരുന്നുകൾ ഇട്ട് കാച്ചി കഴിഞ്ഞാൽ അത് നല്ലൊരു ഹെയർ ഓയിൽ ആവില്ല എന്ന് മനസ്സിലാക്കുക. ആയുർവേദ ടെക്സ്റ്റുകളിൽ നല്ലൊരു മരുന്ന് അല്ലെങ്കിൽ ഒരു നല്ലൊരു ചികിത്സ എന്താണെന്ന് ഡെഫിനിഷൻ പറയുന്ന സ്ഥലത്ത് എടുത്തു പറയുന്ന 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഒരു മരുന്ന് അല്ലെങ്കിൽ ചികിത്സ നമ്മൾ രോഗിക്ക് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് എന്തിനാണോ കൊടുക്കുന്നത് ആ നിലവിലുള്ള അസുഖങ്ങളെ ശമിപ്പിക്കുകയും അതേസമയം മറ്റ് അസുഖങ്ങൾക്ക് അത് കാരണമാവാതിരിക്കുകയും വേണം. അതായത് ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കുക, ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന ഫംഗ്ഷൻ മാത്രമല്ല ഉള്ളത്. ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഹെൽത്തിനെ സ്വാധീനിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മരുന്നാണ്. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ലോങ് ടേമിൽ നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും പറയാൻ പറ്റില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആളുകൾ അവെയർ അല്ല. പലരും വളരെ കെയർലെസ് ആയിട്ട് എന്തൊക്കെ മരുന്നുകൾ ഗൂഗിൾ ചെയ്തിട്ട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക, അതെല്ലാം ഇട്ട് ഒരുമിച്ചിട്ടുണ്ട് മരുന്ന് ഉണ്ടാക്കുക. അതൊരു നല്ല ഹെയർ ഓയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പലരും ലോങ് ടേമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ബെനിഫിഷ്യൽ അല്ലാത്ത മരുന്നുകളൊക്കെ ഇട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അവരൊരു പക്ഷെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് അവെയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്തത്.